ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനുള്ളത് സലേർണോയിലാണ്. അപ്പോൾ ഈ സലേർണോ എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സദേൺ ഇറ്റലിയിലുള്ള ഒരു പ്ലേസ് ആണ്. ഇൻ ബിറ്റ്വീൻ 3 പീസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ 3 പി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് പോംപേ, പിന്നെ ഒന്ന് പാസ്തം ആൻഡ് ദി അതർ വൺ ഈസ് പോസിത്താനോ. സോ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സലേർണോയിലാണ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ്, വേൾഡിലെ തന്നെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഉള്ളത്. സോ നമുക്ക് എന്തൊക്കെ ഇന്ന് ഇവിടെ കവർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു സലേർണോയിലുള്ളൊരു കത്തീഡ്രൽ ഉണ്ട്, ഡുഓമോ. ലൈക്ക് നമ്മളെല്ലാ പ്ലേസിലും കാണാറുള്ള പോലെ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എല്ലാ സ്ഥലത്തുള്ള ആർക്കിടെക്ചർ ഡിഫറെൻറ്റ് രീതിക്കായിരിക്കുമല്ലോ. ഇതും റോമൻ എംപയർ കോളനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. സോ ഇതെൻ്റെ ഈ പുറകിലുള്ളതാണ് ഈ സലേർണോ കത്തീഡ്രൽ. ഓക്കെ, സോ അതിൻ്റെ പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സലേർണോ കത്തീഡ്രൽ. ഇതാണ് ഇവിടുത്തെ ഡുഓമോ. നമ്മൾ മുന്നേ കണ്ട ചേർച്ചുകളിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ടില്ലേ? ഇത് ആക്ച്വലി എപ്പോഴാണെന്ന് വെച്ചാൽ 1080s ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ. ഇത് പോപ്പ് ഗ്രിഗോറി 7 ആണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. 1084 അയാളുടെ എക്സൈൽ പീരീഡിലുള്ള സമയത്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു ചേർച്ചാണ്. ഇതുപോലൊരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട് ഇവിടെ, നമുക്ക് പേരൊക്കെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ പള്ളീൻ്റെ ഉള്ളിൽ. ഇതൊരു റോമൻസ് ക്യൂബ് ബൈസാന്തൈൻ ആർക്കിടെക്ചറാട്ടോ. ഇത് കണ്ടോ, എക്സൈൽ പീരീഡിലൊക്കെയാണ് അത്രയും നല്ല നോക്കിയല്ലേ. ആ സമയത്തൊക്കെ എക്സൈൽ പീരീഡിലിരിക്കുമ്പോൾ ഒരു സാധനം ബിൽഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഗ്രേറ്റ്. ഇവിടെ ഒരു 1688 എർത്ത് ക്വേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തിന് ശേഷം ബരോക്കാണ് ഇത് റീമോഡൽ ചെയ്തിരിക്കുന്നത്. ഈ നെപ്പോളിറ്റൻ ബരോക്ക് സ്റ്റൈലിലാണിത് പിന്നീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഓപ്പറേഷൻ അവലാഞ്ചി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അതെന്താണെന്നുള്ളത് നോക്കണം. അപ്പോഴും കുറേ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. സോ അതിനൊക്കെ ശേഷമാണ് ഈ റീസ്റ്റോറേഷൻ നടത്തിയെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ഇതെന്താണ് സംഭവം അങ്ങോട്ട് അത്ര വ്യക്തമായിട്ട് പിടിയിട്ടില്ല. കണ്ടോ, അവിടേക്ക് എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ അവിടെ ആക്ച്വലി വേ ഇല്ല കേട്ടോ. കുഞ്ഞു ഗലീസാട്ടോ ഇവിടെ ഉള്ളത്. എനിക്കൊരു കൊൽക്കത്ത ടച്ചൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ. ആൾക്കാരും അറിയും നമുക്ക് ശരിക്കും ഇറ്റലി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സൗത്ത് പാർട്ടിലേക്ക് വരണം എന്നുള്ളത്. കാരണം മിലാൻ എന്ന് വെച്ചാൽ എനിക്ക് വേറെ തന്നെ ഒരു പ്ലേസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയ ഒരു സിറ്റീസ് നോട്ട് അറ്റ് ഓൾ സിമിലർ ടു മിലാൻ. അതെന്ന് വെച്ചാൽ പ്രോപ്പർ സിറ്റി പറയില്ലേ, അതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ പോകുമ്പോൾ എല്ലാം ഇതുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ലൈക്ക് കഴിഞ്ഞ വർഷം ഈ ടൈമിലാണ് എനിക്ക് റോമിൽ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഫ്ലോറൻസ്. ലൈക്ക് ടിൽ ഡേറ്റ് ഇന്ന് വരെയുള്ള കാര്യം ഞാൻ പറയാം, എൻ്റെ ഇഷ്ടപ്പെട്ട ഔട്ട് ഓഫ് ഓൾ ദ ഇറ്റാലിയൻ സിറ്റീസ് എനിക്ക് ഫ്ലോറൻസ് ആണ്. സോ ഇന്നിപ്പോൾ ഇവിടെ ഈ സദേൺ പാർട്ടിൽ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാവും എന്നുള്ളത് നോക്കാം. ബട്ട് ഫ്ലോറൻസ് ഈസ് ലൈക്ക് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഇതുവരേക്കും വെച്ചിട്ട്. ഇനിയിപ്പം നേപ്പിൾസൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ ആയിട്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, പ്ലാനിങ് ഒന്നുമില്ല വലുതായിട്ട്. 2 ദിവസമെങ്കിലും സലേർണോ സ്റ്റേ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻ ദ കമ്മിങ് വ്ളോഗ്സ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോമേഴ്സ് ലൈക്ക് ഓഫ് കോഴ്സ് ടൂറിസ്റ്റാണ്, ഫ്ലോറൻസും ടൂറിസ്റ്റൊക്കെയാണ്, നല്ല ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ, മിലാൻ എന്ന് വെച്ചാൽ എപ്പോഴും ടൂറിസ്റ്റ് എന്നല്ല, ലൈക്ക് ഭയങ്കര ക്രൗഡഡ് ആണ് അവിടെ എപ്പോഴും. പക്ഷെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു സമാധാനമുണ്ട്, അധികം ആൾക്കാരില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. ഐ ആം ലിറ്ററലി കൺഫ്യൂസ് നൗ. കാരണം ഇപ്പം തന്നെ ഞാൻ 3 കത്തീഡ്രൽ കണ്ടു. ഒന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നത്, പിന്നെ 2 വേറെ വഴിക്ക്. അപ്പോൾ ഐ തിങ്ക് ദ ഡുഓമോ ഇസ് നോട്ട് ദിസ്, ഈ കണ്ടതൊന്നും ആണെന്ന് തോന്നുന്നില്ല. സോ ഐ എം ആക്ച്വലി സെർച്ചിങ് ഫോർ ഇറ്റ്. അപ്പോൾ എങ്ങോട്ടാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കുറേ കത്തീഡ്രൽ ഉണ്ട്, യുനോ. അതാണ് എൻ്റെ ബാക്കിലുള്ളത് ഒരു കത്തീഡ്രലാണ്. എൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം, അടുത്ത കത്തീഡ്രലുണ്ട്. സോ ഞാൻ നോക്കട്ടെ. യെസ്,
I think I have finally found the cathedral. So this is the main cathedral of Salem. Let's get inside and see. കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് ആക്ച്വലി കുറച്ച് വിൻഡി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഭാഗ്യത്തിന് മഴയില്ല. 7 മണിക്ക് തൊട്ടിട്ട് അല്ല 8 മണി തൊട്ടിട്ട് മഴ നിന്നു. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ദിസ് ഇസ് ഗുഡ്. ഓക്കെ, കണ്ടോ, ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് ഇവിടുത്തെ മെയിൻ കത്തീഡ്രൽ. സി ഇറ്റ്സ് ഗുഡ് റൈറ്റ്. അതാണ് ബെല്ല്. ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി ഒക്കെ ഇറ്റ്സ് റിലേറ്റഡ് ടു ദിസ് തിങ്. ബട്ട് ഐ ആം ഓൾസോ നോട്ട് ഷുവർ മറ്റേത് ഇതിൻ്റെ പാർട്ടാണോ അല്ലയോ എന്നുള്ളത്. ബിക്കോസ് ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. ഇത് വലിയൊരു കത്തീഡ്രലാണ്. ഇതിൻ്റെ പുറത്ത് കണ്ടോ, അതായത് ഇതിൽ നിന്ന് നമ്മളിങ്ങനെ എക്സിറ്റ് അടിച്ചാൽ നമുക്കിത് ഈ ഒരു വഴിയാണ് എത്തുന്നത്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി നൈസ് ടു സീ. ഇത് കണ്ടോ, ഇതാണ് മെഡിക്കൽ സ്കൂൾ ഓഫ് സലേർണോ. സോ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, വെസ്റ്റേൺ വേൾഡിലുള്ള ഫസ്റ്റ് മെഡിക്കൽ സ്കൂളുള്ളത് സലേർണോയിലാണ്. സോ ഞാൻ ഈ പുള്ളിക്കാരനെ ഹോസ്റ്റലിൽ നിന്ന് മീറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ പുള്ളിക്കാരൻ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക്, അതായത് മാൾട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗുജറാത്ത് വരേക്കും സോളോ ട്രാവൽ ചെയ്യാണ്. എന്ന് വെച്ചാൽ നടന്നിട്ട് ട്രാവൽ ചെയ്യാണ്, എൻവയൺമെൻറ്റൽ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹിസ് നെയിം ഈസ് ജയ്ദീപ്. സേ ഹായ് ടു മൈ വ്യൂവേഴ്സ്. To the viewers. Yeah. Hello viewers. സോ അപ്പം ഞങ്ങൾ ഇപ്പം കഴിച്ചിട്ട് ഇനിയിപ്പം ഞാൻ പുള്ളിക്കാരൻ ഇനി അടുത്ത സ്റ്റോപ്പിലേക്ക് പോവാണ്. ഞാൻ ഇവിടെ കുറച്ച് സലേർണ എക്സ്പ്ലോർ ചെയ്യും. സോ ലെറ്റ് മീ, ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചിട്ട് വല്ല പിസ്സയും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. സോ അപ്പം ഞങ്ങൾ, ദിസ് ഇസ് ദ സയൻസ്. Yeah, this is the biggest, I think. Okay, but generally in Italy the pizzas are like For the first time. സോ നമ്മളിപ്പോൾ പിസ്സ കഴിക്കാൻ കയറി. ഇത് ഒരു ലെമണേഡാണ്. ബിക്കോസ് ഹീ ഓൾറെഡി ട്രൈഡ് ഫ്രം ഹിയർ ആൻഡ് ഹീ ടോൾഡ് ദാറ്റ് ദിസ് ഇസ് ഗുഡ്. സോ ഐ ഓൾസോ ഗോട്ട് ദിസ് തിങ്. വി ഹാവ് ഒലിവ് ഓയിൽ ആസ് വെൽ. ചില്ലി ഓയിലാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല രസമായിരിക്കും. സോ ലെറ്റ്സ് ഹാവ് പിസ്സ ഫ്രം സലേർണോ. ഐ റിയലി അഡ്മയർ ദാറ്റ് ഗായ്. ആ പുള്ളിക്കാരൻ ഇപ്പോൾ പോയി. ഐ തിങ്ക് ഹീസ് ഗോയിങ് ടു പോംപെയ് നൗ. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ നേപ്പിൾസിൽ പോകുന്നു തോന്നുന്നു. ഞാനും എൻ്റെ ഈ ട്രിപ്പിൽ നേപ്പിൾസിൽ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഐ വിൽ ബി എൻഡിങ് മോസ്റ്റ്ലി ഇൻ നേപ്പിൾസ്. കാരണം ഇതൊക്കെ അടുത്തടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് റിഗ്രറ്റ്സ് വേണ്ട. അപ്പം മാക്സിമം ഇതൊക്കെ കവർ ചെയ്തിട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആൻഡ് ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് സംസാരിച്ചായിരുന്നു. അതായത് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഹിൽ ബി ഗോയിങ് ടു ഇറാൻ. അതായത് നടന്ന് കുറച്ച് കൺട്രീസ് ടച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ഇറാന് പോയി പിന്നെ പാകിസ്ഥാനും പോയിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇന്ത്യയിൽ മറ്റേ പഞ്ചാബ് പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഉണ്ടല്ലോ, പഞ്ചാബിൻ്റെ അവിടെയുള്ള, അവിടെ നിന്നായിരിക്കും ഇന്ത്യയിലേക്ക് കയറുന്നത്. ഐ വാസ് ലൈക്ക് വാവ്. ഇവിടെ കണ്ടു, ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിലുള്ള പെയിൻറ്റിങ്സാണ് ഇതുപോലെ. ഇതിപ്പോൾ ഒരു പെയിൻറ്റിങ്, അവിടെ കണ്ടോ വേറെ പെയിൻറ്റിങ്സൊക്കെ 2 ബിൽഡിങ്ങിലായിട്ട്. അതിൽ ഇവർ കുറേ വാൾസിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹൗ ബ്യൂട്ടിഫുൾ. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ നാട്ടിലെ പോലെയില്ലേ ഇങ്ങനെ തുണിയൊക്കെ ഇവർ പുറത്ത് വിരിച്ചിട്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ കണ്ടോ തുണി കണ്ടു. ഇങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു. ഇവിടെ ആക്ച്വലി ഞാൻ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെയാണ്. ഇത് വേറെ എന്ന് കാണിച്ചറിഞ്ഞ ഇത് അവിടെ. ജനറലി ഞാൻ ഇറ്റാലിയൻസിനെ കൊണ്ട് കേട്ടിട്ടുണ്ട് ദേ ആർ നോൺ ആസ് ദ ഇന്ത്യൻസ് ഓഫ് യൂറോപ്പ് എന്നുള്ളത്. ഓ ദിസ് പിക്ചർ ഈസ് സോ നൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു ജീവനുള്ള പെയിൻറ്റിങ്. സീ ഗ്രാനി, ഒരു കുട്ടി. ഓ എനിക്ക് അത്ര വിവരമില്ലല്ലോ ദൈവമേ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളിനി ലിഫ്റ്റ് എടുക്കണം. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ഒരു സ്ത്രീൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവർ പറഞ്ഞത്. സോ ലെറ്റ്സ് ഗോ. എനിക്കറിഞ്ഞൂടാ, എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ,
അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുമ്പോൾ കിട്ടൂല. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഐ മീൻ എന്തെങ്കിലും കാര്യമായിട്ട് കാണാനുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് പുതിയ സിറ്റി, പുതിയ ആൾക്കാർ, പുതിയ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ് ഫീലിംഗ്. ഇത് കേൾക്കുന്നവർക്ക് കുറച്ച് ഓവറായി തോന്നുമായിരിക്കും, പക്ഷേ ദിസ് ഇസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഐ ടോൾഡ് യു, ഒരു പ്രാവശ്യം നമ്മൾ ലൈഫിൽ സോളോ ട്രാവലിംഗ് ചെയ്യണം ഗൈസ്. ആസ് ഐ ഓൾവേസ് സേ, വൺസ് യു ഡു സോളോ ട്രാവലിംഗ് ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. ഐ മീൻ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗ്രൂപ്പിനോടൊക്കെ പോകണ കുഴപ്പമില്ല, പക്ഷേ യു നോ ഐ തിങ്ക് യു ആർ ഗോണ ലവ് ദാറ്റ് ദ മോസ്റ്റ്. ട്രസ്റ്റ് മീ. നമ്മളപ്പോൾ ലിഫ്റ്റ് കയറി ഇനി നമുക്ക് മിനർവ ഗാർഡൻ അവിടെ പോവാം. ഇവിടെ നിന്ന് ഞാൻ അവർ ചോദിച്ചപ്പോൾ സിനസ്ത്ര എന്ന് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ സിനസ്ത്ര എന്ന് വെച്ചാൽ ലെഫ്റ്റാണ്, ഓക്കെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങോട്ട് തന്നെ പോണത്. പക്ഷേ ഇവിടുത്തെ വ്യൂസ് കണ്ടോ, ഇത് ഈ സൈഡിലുള്ള വ്യൂ ആണ്, ആൻഡ് ഇത് ആ സൈഡിൽ ആ കത്തഡ്രലിലാണ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതാണിത് ആ കത്തഡ്രൽ കാണുന്നുണ്ടോ. സി ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. ഇവിടെ ഒക്കെ അപ്പാർട്ട്മെൻറ്റും ഉണ്ട് കേട്ടോ. ഇതാ അവിടെ തന്നെയാണ് റൂട്ട്, ശരിയാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഗാർഡിനോ ദെല്ല മിനർവ എന്ന് കണ്ടോ. സോ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, സോ അയ്യോ ഇത് കേട്ടാണല്ലോ. ഓക്കെ, സി കണ്ടോ, ഇതാണ് നമ്മുടെ മിനർവ ഗാർഡൻ. ഈ വേർഡ്സ് എൻ്റെ അമ്മേ ഒന്ന് നോക്ക്. ഷുഡ് യു നീഡ് ഫിസിഷ്യൻസ്, ദീസ് 3 doctors will suffice a joyful mind, rest and a moderate diet. എൻ്റെ അപ്പ പൊള്ളി. അത് 12th to 13th century പറഞ്ഞു വെച്ചതാണ്. I love it. Are they talking about Ayurveda? ബീയിങ് ആൻ ഇന്ത്യൻ എനിക്കിതിനൊന്നും പറയാനില്ല. ഇത് എനിക്ക് കൈൻഡ് ഓഫ് കൂടുതൽ ആയുർവേദമായിട്ട് അലൈൻ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ബട്ട് മോഡേൺ മെഡിസിൻ എന്നാണ് പറയുന്നത്. ഇത് നോക്കി ചെടി ആർക്കൊക്കെ മനസ്സിലായി ഇത് കൊലക്കേശിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെന്താ പറയുക, ചേമ്പല്ലേ? ചേന ഇസ് എലഫൻ്റ് യാം റൈറ്റ്. ചേമ്പിൻ്റെ ആണെന്ന് തോന്നുന്നു കൊലക്കേഷ്യ, ഇഫ് ഐ ആം നോട്ട് റോങ്. സോ ഇതാണ് ഗാർഡൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ടിക്കറ്റാണ്. ആക്ച്വലി ഞാൻ 2 euros മാത്രമേ കൊടുത്തിട്ടുള്ളൂ ടിക്കറ്റിന്. പൊതുവേ 6 euros ആണ്. കാരണം അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, എന്തെങ്കിലും കാർഡുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, മെയിൽ ID മാത്രമേ ഉള്ളൂ എന്ന്. കാരണം ഞാനും കൈൻഡ് ഓഫ് സ്റ്റുഡൻറ്റ് ആണല്ലോ. അപ്പോൾ അവർക്കത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു 2 euro തന്നാൽ മതി. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ. ആക്ച്വലി ഇവിടുത്തെ സ്റ്റുഡൻസിന് എന്ത് സുഖമാണെന്ന് അറിയാം. അവർക്കൊക്കെ എല്ലാവരുടെയും മോസ്റ്റ് ഓഫ് ദ പ്ലേസസിലൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ, ടിക്കറ്റൊക്കെ പ്രൈസ് കുറച്ച് കിട്ടും. പിന്നെ അത് മാത്രമല്ല 26 years താഴെയാണെങ്കിൽ ഫ്രീ എൻട്രൻസ് ആണോ അതോ ഹാഫ് ദ എമൗണ്ട് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇവിടെയുള്ളവർക്ക്. പക്ഷേ അത് യൂറോപ്യൻ സിറ്റിസൺ ആയിരിക്കണം. പലർക്കും ഉള്ള ഡൗട്ടാണ് എന്താണ് സോ സ്പെഷ്യൽ അബൌട്ട് മിനർവ ഗാർഡൻ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വെസ്റ്റേൺ യൂറോപ്പിൽ തന്നെ ഫസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഒരു 1300 ആ ടൈമിൽ ഈ തെറാപ്യൂട്ടിക് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ടീച്ചിങ്ങിനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. ഈ ബേസിക് മെഡിസിനൽ ഹെർബ്സ് ഉണ്ടല്ലോ, ഈ നമ്മുടെ കൈൻഡ് ഓഫ് ആയുർവേദം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതുപോലത്തെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള മരുന്നുകളില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൗണ്ട് ചെയ്ത ഒരു ഗാർഡനാണ്. മത്തിയോ എന്ന് പറഞ്ഞ ഒരു ഫിസീഷ്യൻ ആട്ടോ ഇത് ഫൗണ്ട് ചെയ്തത്. ഇവിടുന്ന് നല്ല പനോരമിക് വ്യൂ ആണ്, കണ്ടോ അവിടെയൊക്കെ കാണാൻ പറ്റുന്നില്ലേ. നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിലൂടെ നടക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഹെർബ്സ് മെഡിസിനൽ വാല്യൂ ഉള്ള കുറേ ചെടികളാണ്. അപ്പം നല്ലൊരു സ്മെല്ലുണ്ട്, നല്ല ഫ്ലവേഴ്സിൻ്റെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അരച്ചീനി, ഐ മീൻ ഓറഞ്ച് അല്ലേ അത്.
അരഞ്ചിയോ ഓറഞ്ച് മരുവാണിത്. ഞാൻ റോമിലുള്ള വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു അരച്ചിനി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാർഡൻ ഓൺലി ഫോർ ഓറഞ്ചസ്. പക്ഷേ ഇതൊരു മരം മാത്രമേ ഉള്ളൂ ഇവിടെ. ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ കൊളക്കേശ്, ഇത് നമ്മുടെ നാട്ടിലുള്ള മറ്റേ ഞാനൊരു ഇത് കണ്ടപ്പം കാണിച്ചപ്പം പറഞ്ഞില്ലേ നമ്മുടെ ചേമ്പ്, ആ സാധനം. എനിക്കിത് ഒരുമാതിരി ഇല്ലേ, എനിക്ക് ഇവരിങ്ങനെ യൂറോപ്യൻസ് ഇങ്ങനെ ഇവരുടെ ഒക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും ഞാൻ ഇന്ത്യനാണല്ലോ, ദിൽസെ ഇന്ത്യൻ എന്നാണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരെന്തോ ആയുർവേദമൊക്കെ നമ്മുടെ അവിടെ വന്നിട്ട് കോപ്പി അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഹേർബ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സോ എനിക്കറിയില്ല, തെറ്റായിരിക്കാം, ബട്ട് എൻ്റെ തോന്നലുകൾ എനിക്ക് പറയാമല്ലോ അല്ലേ. ബീങ് ആൻ ഇന്ത്യൻ പറയുകയാണെങ്കിൽ ഈവൺ ഇപ്പോൾ 2 യൂറോസ് കൊടുത്തിട്ടാണെങ്കിലും ഇത് അത്ര വർത്താൻ തോന്നുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിലും വലിയ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടെയുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഭാഗ്യം ഞാൻ 6 യൂറോ കൊടുക്കാണ്ട് 2 യൂറോയിൽ കാര്യം കഴിഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷെ കാണാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ അതല്ലാണ്ട് ഇവിടെയൊക്കെ നല്ല പീസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്കത്ര പുതുമയല്ലാത്തത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ എസ്പെഷ്യലി ഞാൻ കേരളത്തിൽ നിന്നും കൂടെ ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ ആക്ച്വലി ഇതിൻ്റെ സൈഡിൽ കണ്ടോ ഇങ്ങനൊരു സ്റ്റേഴ്സ് ഉണ്ട്. അവിടെയും എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാവണം, ഐ തിങ്ക് സോ. സോ ലെറ്റ്സ് സീ. വാവ്, ഈ വ്യൂ കൊള്ളാം കേട്ടോ. ആക്ച്വലി ഇവിടുത്തെ വ്യൂവിനായിട്ട് ഇത് നല്ലൊരു സ്പോട്ടാണ്. ഇവിടെ ഉണ്ടല്ലോ വേറൊരു ഓറഞ്ച് മരം. ഭാഗ്യം ഇത്ര സമയം സൂര്യചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെ ഭംഗി വന്നിട്ടുണ്ട്. ഇത് തന്നെ ആയാൽ മതിയായിരുന്നു. എനിക്ക് മഴ വേണ്ട ഈ ഒരാഴ്ച ഞാൻ ട്രാവൽ ചെയ്യണ സമയത്ത്. സീ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നോ. ഞാൻ കുറച്ച് സോളോ ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി, ഒന്നും നടക്കണില്ല ഗൈസ്. ഇനി വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. ആക്ച്വലി നോട്ട് ബാഡ്. ഓക്കെ, 2 യൂറോസിനൊക്കെ വേർത്താണ്. 6 യൂറോസിനുള്ളതൊന്നുമില്ല. ഇപ്പം എനിക്ക് ഇത് മേലത്തേക്ക് കണ്ടപ്പം കുഴപ്പം തോന്നുന്നില്ല കേട്ടോ. വാവ്, എന്തൊരു സമാധാനം ഇതൊക്കെ കാണുമ്പോൾ. ആക്ച്വലി ഈ സൈഡിലുണ്ടല്ലോ ലെമൺ ഭയങ്കര ഫേമസ് ആണ്. ഇതിവിടുത്തെ ലെമണൊക്കെ ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെ കുഞ്ഞിയല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിനെ കൊണ്ട് ലെമൺ സർബത്ത്, പിന്നെന്താ പറയുക ലെമൺ സെല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് ഉണ്ട്. അപ്പറ്റൈസർ പോലെ കുടിക്കണതാന്ന് തോന്നണേ, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ അതൊരു ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ളതാണ്. ഈ പിസ്സയുടെ ഒക്കെ കൂടെ കഴിക്കും. അപ്പം അതിനൊക്കെ പിന്നെ ലെമൺ സർബത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ്, പക്ഷെ മിൽക്കി അല്ല, അത് കുറച്ച് പുളിയുള്ള സാധനമാണ്. അപ്പോൾ അതിനൊക്കെ ഈ ഒരു ഏരിയന്ന് കൂടുതൽ ഫേമസ്. അമാൽഫി കോസ്റ്റൊക്കെ അതിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലെമൺ കണ്ടോ ഇതാണ് ഉണ്ടാവുക. ഇങ്ങനെ ഇത്ര വലുതായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുക മൊത്തത്തിൽ. കോസ്റ്റൽ ഏരിയ നമുക്ക് അടിപൊളിയായിട്ടുണ്ടല്ലോ ഈ വ്യൂ. എന്തായാലും ഈ വ്യൂവിനായിട്ട് വേർത്താട്ടോ ഈ ഒരു പ്ലേസ്. ഗാർഡനായിട്ടല്ലെങ്കിലും, ഗാർഡനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനത്തെയൊക്കെ കുറേ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നാത്തതാണ്. അല്ലാത്തവർക്ക് എന്താണെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല കാമായിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ വ്യൂ കണ്ടോ, ഉയരം കൂടുമ്പം എന്താ ചായക്ക് രുചിയേറുന്നോ, അത് ഇറങ്ങണ ഒരു ഉയരം കൂടുന്തോറും നല്ല സീനറിയാണ്. എന്ത് മുഴുമുഴുന്നുള്ള ലെമണാണ് കൂടെ. ഇതിൻ്റെ ഈ ഒരു ലെമൺ കണ്ടപ്പോൾ എനിക്ക് തന്ന സംശയമാണ്, ഇത് നമ്മുടെ അവിടുത്തെ മറ്റേ നാരങ്ങയാണോ, അതായത് മാതള നാരങ്ങ എന്ന് ഞങ്ങളുടെ അവിടെ പറയും. ഈ കറി വയ്ക്കുന്ന നാരങ്ങ അത് പഴുത്തതാണോ ഇങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ ഇപ്പോൾ അതാട്ടോ ഡൗട്ട്. ഇത്ര നാൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു ഷേപ്പിലുള്ള സാധനം കണ്ടപ്പോൾ കിട്ടിയ ഡൗട്ടാണ്. ഫുള്ള് കണ്ടോ, ഇതാണ് ലിമോനെ. ഇനി ഇതിൻ്റെ മോസ്റ്റ് ടോപ്പിലുള്ളൊരു പ്ലേസാണ്. ഇതും കൂടെ കഴിഞ്ഞ് ഇവിടുത്തെ കഴിഞ്ഞു. ആക്ച്വലി ഗാർഡൻ അണ്ടർ പ്രിപ്പറേഷൻ. ഇവരിവിടെ എന്തെങ്കിലും വ്യൂ എടുക്കുന്നുണ്ടാകുമായിരിക്കും. മേ ബി കുറച്ച് വർഷത്തിനുള്ളിൽ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതാണ് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് തിങ്. ഓക്കെ, ബട്ട് സീ, സംഭവം സൂപ്പറായിട്ടുണ്ട്.
ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഒരു 2.5 കിലോമീറ്റർ പോയാൽ ഒരു അരേച്ചി കാസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 5 മണിക്ക് ആക്ച്വലി അടയ്ക്കും. പക്ഷെ ഞാൻ വിചാരിക്കണം അറ്റ്ലീസ്റ്റ് പുറത്തുനിന്നെങ്കിലും കാണാൻ പറ്റിയ കൊള്ളാമെന്നുണ്ട്. നമുക്ക് നോക്കാം. സോ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങാം. ഇവിടെ അത്യാവശ്യം കണ്ടു. ഇവിടെ പിന്നെ ഞാനിപ്പോൾ വന്ന പിന്നെ വലിയ ക്രൗഡൊന്നുമില്ല കേട്ടോ, ആരും തന്നെ ഇല്ല. അവിടെ ഇവിടെ ആയിട്ട് 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ കുറച്ച് കാമായിട്ടിരിക്കാൻ വേണ്ടി പറ്റി, നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട്. അപ്പം ഇനി അടുത്ത ലൊക്കേഷൻ പിടിക്കാം. ഇത്രയും നടക്കാനുണ്ട്. ഫുള്ള് ഉണ്ടോ, സ്റ്റെപ്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാര്യത്തിലൊരു തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, പിന്നെ ഇതുപോലെ നിറയെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണാവോ? അവിടെ കയറണം എന്നാണ് തോന്നുന്നത്. നോക്ക്, അയ്യാ, കയറി നോക്കല്ലേ. സീ ദ വ്യൂ ഗൈസ്, കണ്ടോ? കം ഓൺ വൈഷ്ണവി, യു ക്യാൻ ഡു ഇറ്റ്. ഓ, ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. എത്ര സമയം ഞാൻ തണുത്തിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരൊറ്റ ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ മറ്റേത് കയ്യിൽ വെച്ചു. നോക്കിയപ്പോൾ ഇടയിലൊരു കാറ്റ് വീശിയപ്പോൾ ഭയങ്കര തണുപ്പ്, അതെടുത്തിട്ടു. ഇപ്പോഴാണെങ്കിൽ ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ നോർമൽ കോട്ട് സെറ്റ് ഇട്ടിട്ട് തന്നെ എനിക്ക് നല്ല ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏത് ദുനിയാവിലാണാവോ അത് അത്രയും ഞാൻ നടന്ന് കയറിയിട്ടാട്ടോ അവിടെ എത്തിയത്. ഇത് കുറച്ചൊരു കാട്ടുപൊക്ക പോലെ തോന്നുന്നുണ്ട്. ആൾക്കാരൊന്നും കാണാനില്ല കേട്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഔട്ട് സൈഡിൽ നിന്നെങ്കിലും എനിക്ക് കാസിൽ കാണണമെന്നേ ഉള്ളൂ. ഈ സമയം ഇനി 5 മണിക്ക് അടയ്ക്കുമ്പോൾ എനിക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ കാസിൽ ഈസ് ലൈക്ക് ഉള്ളിലെന്ന് പറയുമ്പം ഞാൻ വലിയ മറ്റേ അന്നൊക്കെ പോയ പ്രധാന കാസിൽ അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഓവറോൾ വ്യൂ ഫ്രം ദ ടോപ്പ് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് എത്രയാണ് മീൻസ് ഞാൻ ഡ്രോൺ ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ കേട്ടോ കണ്ടിട്ടുള്ളത്. ഇത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇപ്പോൾ കയറി പോണേ. ഈ സൈഡിലൊക്കെ കണ്ടോ വില്ല മാതിരി, അതായത് വീട് മാതിരി നമ്മുടെയൊക്കെ നാട്ടിൻ്റെ ഒരു ടച്ചില്ലേ, വീട് ഗാർഡൻസ് ഒക്കെ ആയിട്ട് കണ്ടോ. അപ്പാർട്ട്മെൻറ്റ്സ് അല്ല, എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ. ഞാൻ കണ്ടോ, ഞാൻ ഇത്ര മേലെ വന്നു, ആ ലെവലിൽ നിന്ന് ഇത്രയും കയറി വന്നു. അപ്പോൾ ആ ലെവലിലാണ് അപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ളത്. അത് കുറച്ചും കൂടെ സിറ്റി സൈഡാണ്. ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടെ എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നതാണോ, ഐ മീൻ പോഷ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന സ്ഥലമാണോ, അതോ ഇത് കുറച്ച് ഈ ഒരു സൈഡ് ആയതുകൊണ്ട് നമ്മുടെയൊക്കെ നാട് മാതിരി ഉള്ളതാണോ, അതെനിക്കറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ വീടുകൾ കാണാനുണ്ട്. സീ ദ വ്യൂ. ഇതാണ് എനിക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ളത്. ഇനി ഒരു 400 മീറ്റേഴ്സും കൂടിയുള്ളൂ ഇവിടുന്ന്. ബട്ട് സീ, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് എനിക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് കാസിൽ. ഇതെന്താണ് കാസിലിൻ്റെ എൻട്രൻസ് ഒക്കെ. സോ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇൻഗ്രസോ, അതായത് എൻട്രൻസ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് അവിടെ കാസിലിൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റും. അതല്ലാത്ത ഇവിടുത്തെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് കേട്ടോ കാസിൽ. ഇത് ബിൽഡ് ചെയ്തത് 6th സെഞ്ച്വറിയിലാണ്. പക്ഷേങ്കിൽ പിന്നീട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ, എക്സ്പാൻഷനൊക്കെ നടന്നത് 8th സെഞ്ച്വറിയിലാണ്. ലൊംബാർഡ് പ്രിൻസ് അരേച്ചി II എന്ന് പറഞ്ഞ ആളാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം മേ ബി അയാളുടെ ഒരു ഇതിനായിരിക്കും അരേച്ചി കാസിൽ എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക. ഇതിൻ്റെ അകത്തൊരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട്. ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പോട്രി, വെപ്പൺസ്, ലൈക്ക് യൂഷ്വൽ മ്യൂസിയത്തിലൊക്കെയുള്ള പൊതുവെയുള്ള കാര്യങ്ങൾ ആ പീരീഡിലുള്ളതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടതെന്നാണ്, ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം April May ആണ്. ആൻഡ് ഞാൻ എപ്പോഴാണ് വന്നിരിക്കുന്നത്? ടുഡേ ഈസ് April 3rd. ഓക്കെ, എനിവേയ്സ് എനിക്കൊന്ന് മറ്റുള്ള സമയങ്ങളിൽ ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇത് പറ്റിയ സമയമാണ്. ആക്ച്വലി ക്ലൈമറ്റ് വൈസ് ബെറ്റർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കുറച്ച് അൺസ്റ്റേബിൾ ആണെങ്കിലും നോട്ട് ബാഡ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഭയങ്കര സ്ട്രോങ് ഡിഫെൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇത് ഒന്നിനും കോൺക്വർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ കാസിൽ. ലൈക്ക് ഒരു യുദ്ധത്തിലോ അടിപിടിയിലോ ഒന്നും ഇത് കോൺക്വേർഡ് ചെയ്തിട്ടില്ല.
ഇതാണ് ആക്ച്വലി കാസിലിൻ്റെ എൻട്രൻസ്. പക്ഷേ അരമണിക്കൂറിന് മുന്നേ, അതായത് 5 മണിക്ക് ക്ലോസ് ആവുമല്ലോ, അപ്പോൾ 4:30 നമ്മൾ ഉള്ളിൽ കയറണം. ഇവരെനിക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു തന്നു. ഞാൻ നോക്കിയില്ല എങ്ങനെയുണ്ടെന്ന്, പക്ഷെ കുഴപ്പമില്ല, ജസ്റ്റ് ഫോർ ദ മെമ്മറി യുനോ. അപ്പം ഇങ്ങനെ ആരും ഇല്ല കേട്ടോ, പക്ഷെ ഇങ്ങനെ കടൽ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട്. എനിക്ക് കുറച്ച് സമയം കൂടെ ഇവിടെ നിന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് പട്ടികളെ കണ്ടു. അപ്പോൾ പട്ടികൾ ഞാൻ ഇവിടെ യൂഷ്വലി അങ്ങനെ കാണാറില്ലേ. അത് മിലാനിലൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓണേഴ്സ് ഉണ്ടാവും, അപ്പോൾ എനിക്കങ്ങനെ പേടിയൊന്നുമില്ലേ. പക്ഷെ ഞാനിപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ വിജനമായ സ്ഥലങ്ങളായിരുന്നു. അതായത് ജസ്റ്റ് വണ്ടി ഓടിക്കും, ചുരം കയറണം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചുരങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ സ്ഥലത്തിലൂടെ ഞാൻ നടന്നിട്ട് വന്നേ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഞാൻ പട്ടീനെ കണ്ടു. അപ്പോൾ എനിക്ക് പേടിയായെന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ ഇവിടെ വന്നേരെ അങ്ങനെ ഓണേഴ്സ് ഇല്ലാത്ത പട്ടികളെ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി കുറച്ചുകൂടെ നിന്നിട്ട് ലേറ്റ് ആയാൽ ഇങ്ങനെയാണ്, ഇനി ആരും ഇല്ലെങ്കിലോ. എനിക്ക് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു പേടിയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ലെറ്റ്സ് സീ. The castle is closing. Please leave the property and free the parking lot for the closing of the gates. Thank you. കേട്ടോ, അനൗൺസ്മെൻറ്റ് കേട്ടോ. അതായത് അവർ ക്ലോസ് ചെയ്യാണ്, അതുകൊണ്ട് പാർക്കിങ്ങിലുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ആക്കണം എന്ന്, അതായത് വണ്ടികളൊക്കെ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്. ഇറ്റാലിയനിലും ഇംഗ്ലീഷിലുമാണ് അവർ പറയുന്നത്. എനിക്ക് ഫ്യൂച്ചറിൽ ഇൻസ്പയർ ആക്കാൻ പറ്റിയ ഒരു പുള്ളിക്കാരീനെ ഞാൻ കണ്ടു കാസിലിൽ വെച്ചിട്ട്. ഒരു അമ്മൂമ്മ കേട്ടോ, ഒരു 75 വയസ്സൊക്കെ കാണുവേ, ഒറ്റയ്ക്ക് സോളോ ട്രാവൽ ചെയ്ത് വന്നേക്കുക. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഉണ്ട്, ഞാൻ ജസ്റ്റ് ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരി ഫോട്ടോസൊക്കെ എടുപ്പിക്കുന്നു കേട്ടോ. പുള്ളിക്കാരുടെ കയ്യിൽ നല്ലൊരു വലിയ DSLR ക്യാമറ ഒക്കെ ഉണ്ട്. എന്നിട്ട് അതിനടുത്ത് എൻ്റെ അടുത്തായ പുള്ളിക്കാരി വന്ന് ചോദിച്ചത് ബസ് എവിടെയാണ് നിർത്തുകയെന്ന് അറിയുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോറി, അവിടത്തേക്ക് ബസ് സർവീസ് ഉണ്ടെന്ന്. അപ്പം എനിക്ക് അറിയില്ല. അപ്പോൾ പുള്ളിക്കാരി ഇറ്റാലിയനും കൂടിയല്ല കേട്ടോ. വാ, ഇത്രയും ടെക്നോളജീസ് വെച്ചിട്ട് എനിക്കൊരു ഹോപ്പ് അറിയത്തില്ല. പുള്ളിക്കാരിയൊക്കെ നോക്കിയിരിക്കുന്നത് ഇങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ബസ്, അപ്പം എനിക്കാണെങ്കിൽ ടിക്കറ്റ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഇത്ര നടക്കണേ, ടിക്കറ്റ് എടുത്തിട്ട് പോവാലോ. പക്ഷെ സംഭവം എന്താ, എന്നിട്ട് പുള്ളിക്കാരൻ നീ കയറ്, ആരും നോക്കാനൊന്നും പോകണില്ല, കയറ്. എന്നിട്ട് ഞാൻ ടിക്കറ്റ് ഇല്ലാണ്ട് ബസ് കയറി ഗൈസ്. ഇത് ആക്ച്വലി പോലീസ് എടുത്ത ഫൈൻ അടിക്കും കേട്ടോ, ആരോടും പറയണ്ട. ഇതാണ് കേട്ടോ പുള്ളിക്കാരി, 100 years. ഈ പുള്ളിക്കാരി ഇത് എങ്ങോട്ടാണോ പോണേ. എന്താണെങ്കിലും നൈസ്, നല്ല സ്വാഗ് ആയിട്ടില്ലേ. ഇങ്ങനെ ആയിരിക്കണം എൻ്റെയൊക്കെ വയസ്സാം കാലത്ത് ഉണ്ടാവേണ്ട. ഇതിപ്പോ ഞാൻ വേറെ പാർട്ട് ഓഫ് സെലേർണോ ആണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. അതൊക്കെ ഒരു നോർമൽ സിറ്റി പോലെ തന്നെ. എനിക്ക് എവിടേക്കോ നമ്മുടെ നാടിൻ്റെ ഒക്കെ ഒരു ടച്ച് തോന്നുന്നുണ്ട് കേട്ടോ, ഈ ഒരു സൈഡ്. ഇപ്പം ഞാൻ എവിടെയാ പോണേന്നറിയോ, ബ്രിഡ്ജ് ഓഫ് ദ ഡെവിൾ എന്ന് പറയും, അല്ലെങ്കിൽ എന്താ മിഡീവൽ പീരീഡിലെ അക്വഡക്റ്റ്. ഓക്കെ, പോണ്ടി ഡെൽ ദിയാവോലോ എന്നാണ് ബ്രിഡ്ജ് ഓഫ് ദ ഡെവിള് ഇറ്റാലിയനിൽ പറയുന്നത്. അപ്പം ഇത് ഒരു 9th century സ്ട്രക്ചറാണ്. ഇത് കാരണമാണ്, ലൈക്ക് ഈ ഒരു സംഭവമാണ് എന്താ പറയുക, വാട്ടർ, ഈ സാൻ ബെനത്തോ മൊനാസ്ട്രീൻ്റെ സമയത്ത് വാട്ടർ കൊണ്ടുവന്നത് ഈ ഡെവിൾ എന്താണ്, ബ്രിഡ്ജ് ഓഫ് ദ ഡെവിൾ ആണ്. ഇവിടെയൊക്കെ കണ്ടു, ഇതെങ്ങനെ കാണേണ്ട സ്ട്രക്ചറിൽ ഒരു റൂയിൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിട്ട് തോന്നി. ഇപ്പം ഞാൻ ഇത്ര ക്ലോസ് ചെയ്യുന്ന എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 12th centuryയിലുള്ള പിയേത്രോ ബർലിയാറോ എന്ന് പറഞ്ഞ ഒരാള് ഒരു നൈറ്റിൽ ബിൽഡ് ചെയ്ത സാധനമാണ്. അപ്പം ഡീമൺസ് ആണ് ഇത് ബിൽഡ് ചെയ്തതെന്നൊക്കെയുള്ളൊരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ ബ്രിഡ്ജ് ഓഫ് ദ ഡെവിൾ എന്ന് പറഞ്ഞിട്ട് ഇതിന് പേരിട്ടിരിക്കുന്നത്. പുലർച്ചെ അല്ലെങ്കിൽ പിന്നെന്താ, ഈ സന്ധ്യ സമയമില്ലേ, അയ്യോ ഇപ്പൊ വീണേനെ, ഈവിളിനെ കുറിച്ച് പറയുമ്പോഴേക്കും വീഴാനൊക്കെ പോയി. എനിവേസ്, അപ്പം അവരുടെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീവ് എന്താന്ന് വെച്ചാൽ, ആരെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഈ എന്താ പറയുക സന്ധ്യാസമയം അങ്ങനത്തെ ഉള്ളതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഡെവിൾസ് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ്സിനൊക്കെ എൻകൗണ്ടർ ചെയ്യുന്നൊക്കെയാണ് ഇവർ വിശ്വസിച്ച് പോകുന്നത്. ഇതാണ് ലുങ്കോമാരെ ത്രിയസ്തെ എന്ന് പറയും. അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ത്രിയസ്തെ, സീ ഫ്രണ്ട്, അങ്ങനെയൊക്കെ, ലൈക്ക് ബേസിക്കലി സീൻ്റെ ഒരു സ്ഥലം. നമുക്കിങ്ങനെ വന്ന് ഇവിടേക്ക് ഇരിക്കാൻ വൈകുന്നേരം ആകുമ്പം. ഈ പ്രൊമനേഡ് ബീച്ച് എന്നൊക്കെ എൻ്റെ പോണ്ടിച്ചേരി വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം എനിക്ക് അതിൻ്റെ മീനിങ് അറിയത്തില്ലായിരുന്നു, പക്ഷെങ്കിൽ ഇതിനൊക്കെയാണ് അവർ അങ്ങനെ പറയുന്നത്. ഇപ്പം എന്തായാലും വൈകുന്നേരം 5:45 സമയം. കണ്ടിവിടെ സൈക്കിളിന് പോകാനുള്ള പാത്ത്, വാക്കിംഗ് ചെയ്യാൻ വരും ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലേസ് ആണ്. ഇവിടെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഇതേ കണ്ടോ,
നല്ല ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ, എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. ഞാൻ ക്ഷീണിച്ച് തുടങ്ങി, കാരണം ഇന്നലെ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ ഉറക്കമായിട്ടൊന്നും വരുന്നില്ല കേട്ടോ. ഇരിക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടില്ല, ഒരേ നടത്തം തന്നെയാ. ഞാൻ ഇങ്ങനെ പ്രോപ്പറായിട്ട് വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ ഒന്നും നടക്കില്ല. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത് അപ്പം തന്നെ പറയും. അപ്പം അങ്ങനെയൊക്കെയാട്ടോ എൻ്റെ വ്ളോഗ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിന് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. ബട്ട് ഐ ഓൾസോ ലൈക്ക് ഇറ്റ് ടു കീപ്പ് റോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓവർ എഡിറ്റ് എനിക്ക് പൊതുവെ ഓവർ എഡിറ്റിങ് ഇഷ്ടമല്ല കേട്ടോ. ഈവൻ ഡാൻസ് വീഡിയോസ് ആണെങ്കിലും എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട്, എന്താ അറിയില്ല, മേ ബി അതത്ര നല്ല കാര്യമായിരിക്കില്ല, പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ. ഇനി ഞാൻ പോകാൻ പോകുന്നത് സാന്താ തെരേസ ബീച്ച് എന്ന് പറയുന്ന അങ്ങോട്ടാണ്. അതായത് ഈ സെയിം സൈഡ് തന്നെ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക്. നേരത്തെ ഞാൻ പോയത് അവിടെയായിരുന്നില്ലേ. ഇവിടെ നിന്ന് വരുന്ന സമയത്ത് കണ്ട് ഇങ്ങനെ കുറേ ഷോപ്സ് ഒക്കെ കാണാം. ഈ ചെറിയ ചെറിയ ഫുഡിൻ്റെ കുറച്ച് സ്റ്റോൾസ് ഉണ്ട്. അതുപോലെ ഇങ്ങനത്തെ കുറേ എന്താ പറയുക, ഈ ടോയ്സിൻ്റെ ഒക്കെ ഷോപ്സ്, പിന്നെ ഇവിടെ മാല വളയുടെ ഷോപ്സ്, അങ്ങനെ ഓരോന്നിനുമായിട്ടുള്ള ഷോപ്സ് ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം ജസ്റ്റ് അപ്പുറത്തെ സൈഡ് പോകണമെന്നേ ഉള്ളത്. ഫുള്ള് ബീച്ച് സൈഡാണ്. കണ്ടോ, ഇവിടെ ഒക്കെ ഇരിക്കാം. ഇങ്ങനെ ക്ലൈമറ്റ് സൂര്യൻ വന്നും പോയും കാറ്റടിച്ചും പോയും ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നടക്കാൻ നല്ല രസമുണ്ട്. ഈവനിങ് ആയല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ആ ബീച്ച് സൈഡ് എത്തി. കണ്ടോ, ഇതിങ്ങനെ സാൻഡ് സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇരിക്കാനും കളിക്കാനും ഒക്കെ പറ്റും ഇവിടെ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, തണുപ്പായതുകൊണ്ടെന്ന് തോന്നുന്നു ആരും അങ്ങനെ ഇറങ്ങി കാണുന്നില്ല. ഇപ്പൊ സമ്മറിലാണെങ്കിൽ ആരും ഇവിടെ കാണുകയില്ല, എല്ലാരും കടലിലായിരിക്കും. ഞാൻ മറ്റേ ക്രൊയേഷ്യ പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ വ്ളോഗിൽ, എല്ലാരും കടലിൽ ഇങ്ങനെ അട്ടിയിരിക്കണ പോലെയായിരുന്നു. അവിടെ ആരോ പഠിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നണു, അല്ല എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നണം. നല്ല രസമാണ് ഇവിടെ. ആൾക്കാർ കടലിന്റെ അവിടെയൊക്കെ വന്നിട്ട് ഇത് ആരൊക്കെ അലറിക്കുന്നത്, ഇവന്മാര് അലറിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനാണാവോ. അതൊക്കെ കണ്ടു പല ആൾക്കാർ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നത് കാണാം ഇവിടെ. നല്ലൊരു ഏരിയ എന്ന് തോന്നുന്നുണ്ട് ഇത്. ഒരു കോംപ്ലെക്സ് മാതിരിയൊക്കെ ഉണ്ട്. സൈഡ് മല, ഈ ഒരു സൈഡ് കടല്, ഇവിടെ കുറെ ബിൽഡിങ്സ്, കുറെ ആൾക്കാർ കളിക്കുന്നു, ഫാമിലി ടൈം, നൈസ്. നല്ല കാറ്റാണ് ഇവിടെ. കണ്ടോ, ഷോക്ക് അടിച്ച പോലെ ഉണ്ട് മുടിയൊക്കെ. അടുത്ത സ്ഥലത്ത് പോണതിന് മുന്നേ സലേർണോനെ കുറിച്ചിട്ട് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യം പറയാച്ചാല്, ഒന്നാമത് എനിക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈസായിട്ട് തോന്നിട്ടോ. എന്നുവെച്ചാൽ പ്രോപ്പർ ടൗണിൻ്റെ അല്ലല്ലോ, അപ്പം അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. പിന്നെ കമ്പാരിറ്റീവ്ലി മിലാനിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ചീപ്പാട്ടോ. നല്ലൊരു സിറ്റിയാണ് കേട്ടോ, എനിക്കെന്ത് ഇഷ്ടമായി. ഇതുവരെ ഉള്ളത് കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, രാവിലെ ഇവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള കാര്യമാണ്. സോ ഫാർ സോ ഗുഡ്. വേറെ സൈഡ് ഓഫ് ദ ബീച്ച് ആട്ടോ. ഇവിടെ ഫുൾ ഇതുപോലെ പബ്ബ്, ബാർസ്, ക്ലബിങ്ങിൻ്റെതായ കുറച്ച് ഏരിയാസ് ആണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ആക്റ്റീവായി തുടങ്ങും, കാരണം നൈറ്റ് ആവുമല്ലേ. സോ ഇപ്പോഴേ ഇതൊക്കെ തുറന്ന് മ്യൂസിക്കൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാം ഈ ഒരു ലൈന് ഫുൾ അതാണ് കേട്ടോ. ഇത് ആ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇവിടെ എത്തിട്ടോ. ഇവിടെ കണ്ടോ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ കയറി ഇരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ വൈറ്റ് സ്റ്റോൺസ് ആണ്. സോ ദിസ് ഇസ് അനദർ സൈഡ്. അടുത്ത ഞാൻ വന്നേക്കുന്ന സ്ഥലം, ഇതിൻ്റെ പേര് പിയാസ ദെല്ല ലൈബർത്ത എന്നാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിക്കും. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു നോർമൽ ബിൽഡിംഗ് ആയിട്ടാണ് തോന്നുന്നതെങ്കിലും ഇത് ലാർജസ്റ്റ് സീ സൈഡ് സ്ക്വയർ ആണ് ഈ യൂറോപ്പിലെ തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിയാസ എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്നാണ് ഇറ്റാലിയനിൽ അർത്ഥാക്കുന്നത്. അപ്പോൾ ഇതൊരു 28,000 സ്ക്വയർ മീറ്റേഴ്സോളം കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ക്വയർ. ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്പാനിഷ് ആർക്കിടെക്റ്റ് ആട്ടോ ബിൽഡ് ചെയ്തിരിക്കുന്നത്, റിക്കാർഡോ ബോഫിൽ എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല ഇങ്ങനെ, പക്ഷേ ഇതിൻ്റെ മേലേന്ന് നോക്കും, അതായത് ഏരിയൽ വ്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഡ്രോൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്താൽ മനസ്സിലാവും. ഇതൊരു ക്രെസൻറ്റ് ഷേപ്പാണ്.
അതായത് ഒരു എന്താ പറയുക ഒരു ആർക്ക് മാതിരിയുള്ള ഒരു ഷേപ്പിലാണ് ഇതുള്ളത്. ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ പല പിയാസാസ് കാണിച്ചു തന്നിട്ടില്ലേ, പക്ഷെ ഇതെന്ന് പറയണത് അങ്ങനെ ഭയങ്കര ഓൾഡ് പിയാസി ഒന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ 2021 ഇനോഗ്രേറ്റ് ചെയ്ത ഒരു പിയാസയാണ്. അത്ര ഓൾഡ് ടൈമിലുള്ള സംഭവങ്ങളൊന്നും അല്ല ഇത്. ബട്ട് സ്റ്റിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയറാണ്. ഞാൻ ലാർജസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്, ഞാൻ ട്യൂറിനിൽ പോയപ്പോൾ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സീ സൈഡിലുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ലാർജസ്റ്റ് സീ സൈഡ് സ്ക്വയർ ആണ്. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അവിടെ കണ്ടോ, സീ അവിടെ ഉണ്ട് ആൻഡ് സ്ക്വയർ ഇവിടെ ഉണ്ട്. നിഴൽ ഇത് കണ്ടോ. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ ജാക്കറ്റ് ഫുള്ള് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാണ് നടക്കുന്നത്. സോ ദിസ് ഇസ് ഇപ്പോൾ കുറച്ചും കൂടെ ക്രെസൻറ്റ് ഷേപ്പ് അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് ലോങ് ആയിട്ട് എടുത്തപ്പോൾ. ഇതാണ് സീ ലെവൽ. ഓക്കെ, ഞാൻ പോയ കാസിൽ കാണിച്ചു തരട്ടെ. ഇതേ അത്രയും ഞാൻ കയറിയിട്ടുണ്ട് ഇവിടുന്ന്. അവിടെ കണ്ടോ കാസിൽ, ചിങ്കട ജിങ്കോ ജിങ്കൻ ജിങ്കോ ജിങ്കട ജിങ്കോ, ഇതായിരുന്നു ആ കാസിൽ. ഇങ്ങനെ നടന്നു വന്നപ്പോഴാട്ടോ സലേർണോ മാരിടൈം സ്റ്റേഷൻ ഇവിടെയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓയിസ്റ്റർ ഷേപ്ഡ് ടെർമിനൽ അത്രേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ക്രൂയിസ് ലൈൻസിൻ്റെ ഒക്കെ ഒരു മെയിൻ ടെർമിനലാണ്. സിസിലി, തുനീസിയ അവിടെയൊക്കെ പോണത്. എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ അലൗഡ് ആണോന്നൊന്നും. ഞാൻ ഈ സെക്യൂരിറ്റിൻ്റെ മുന്നിലൂടെ കയറിയിട്ടുണ്ട്, പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. അപ്പം ഐ ഗസ് ഇറ്റ്സ് അലൗഡ്. കണ്ടോ, ഇവിടൊക്കെയാണ് ഷിപ്പ് ബോട്ട്സ് ഒക്കെ കണ്ടോ, അവിടെ കണ്ടോ അതിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. സി ആർച്ച് കണ്ടോ. എനിക്കെന്ത് ഫോബിയ തോന്നുന്നുണ്ട്, കണ്ടിട്ട് എനിക്ക് പേടിയാവണം. അതിലൂടെ വണ്ടി പോകുമ്പം താഴേന്ന് നോക്കുമ്പം എത്ര പണിയെടുത്തിട്ടുണ്ടാവുമല്ലേ ഈ ബ്രിഡ്ജസിനൊക്കെ. എത്ര മേലിയോ നോക്ക്, അവിടെയൊക്കെ എന്ത് കഷ്ടമായിട്ടുണ്ടാവുക, അവർ പണി കഴിപ്പിച്ചിട്ടുണ്ടാവുക. ഓഹ്, അതും ആ ഷേപ്പ് നോക്കി എക്സാക്ട്ലി സിമെട്രിക് ഒക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്തോരം ഷിപ്സാ നോക്ക്. ഓ, ആ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു കളറൊക്കെ ആയിട്ട് സ്കൈയും മലയും സീയും മൊത്തത്തിൽ കൊള്ളാം വൈബ്. ആ പിസ്സ കഴിച്ചത് എന്താണെങ്കിലും നന്നായി. ഓ, എന്ത് ഹെവി ആയിരുന്നു എന്ന് പറയാം. എനിക്ക് പകുതി ആയപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞ്. പിന്നെ എൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് വിശക്കുന്നറിയാം. അപ്പം ഞാൻ മെല്ലെ ഇരുന്ന് ഫുള്ളും കഴിച്ച്. അതുകൊണ്ട് എന്താ ഈ ഒരു സമയം വരെ ഇത്രയും നടന്ന് അലഞ്ഞിട്ട് വിശന്നിട്ടില്ല എനിക്ക്. എനിക്കിങ്ങനെ ഈ ഒരു സമയത്ത് ട്രാവൽ ചെയ്യാൻ ഒന്നാമത് എനിക്ക് ഇഷ്ടമായി. ഒന്നാമത് അധികം ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഈ സീ സൈഡ് ബോട്ട്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്പ്ലിറ്റിലൊക്കെ പോയപ്പോൾ എൻ്റെ അമ്മേ എന്തൊരു ആൾക്കാരായിരുന്നു. എനിക്ക് ട്രാവലിംഗ് വാസ് ഗുഡ്, പക്ഷെ ആൾക്കാർ ആ ക്രൗഡൊക്കെ ഉള്ളത് കൊണ്ടേ ഒരു ഇതായിരുന്നു. പക്ഷെ അതല്ലാണ്ട് നോക്കുമ്പോൾ ഇത് കുറച്ച് നല്ല മനസ്സമാധാനത്തോടു കൂടെ കറങ്ങാൻ പറ്റുന്നുണ്ട്. എൻ്റെ വ്ളോഗൊക്കെ ബോറാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഒന്നാമത് എൻ്റെ ബാഗ് കണ്ട് ഈ തൂക്കി നടക്കണത് അത് സൂക്ഷിക്കണം. കാരണം എൻ്റെ സാധനങ്ങളൊക്കെ അതിലാണുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ഫോൺ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫോക്കസ് പോയത് കൊണ്ട് ഞാനിപ്പോൾ വിവോയിലാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇതിൽ നെറ്റില്ല, ഇതിൽ നെറ്റുണ്ട്. അപ്പോൾ ഇതിലിത് നോക്കണം. ഇതിനാണെങ്കിൽ ചാർജും പെട്ടെന്ന് പോകും. ഒന്നും പറയണ്ട. അപ്പോൾ 2 കൈ 3 കൈയൊക്കെ വെച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ബിൽഡിംഗ് ആട്ടോ, ഈ സ്റ്റേഷൻ മരിത്തീമ ദി സലേർണോ എന്ന് പറയുന്നത്. എനിക്കൊന്ന് മരിത്തീമ എന്നുള്ളത് പോലെ മെറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണെന്ന്. അപ്പോൾ ഓഫ് കോഴ്സ് ആണ്. അപ്പോൾ സലേർണോയിലുള്ള ആ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഒരു പോർട്ടൊക്കെ കണ്ടോ, മൊത്തത്തിൽ നന്നായിട്ടില്ലേ. ഇഫ് യു ആസ്ക് മീ വൺ തിങ് വാട്ട് ഐ റിയലി ഹേറ്റ് ഇൻ സോളോ ട്രാവലിംഗ് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ഫോട്ടോസും വീഡിയോസ് ഒന്ന് സാധനം വെച്ച് ഒരു വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും നമ്മൾ ബാഗ് എടുത്തുകൊണ്ട് പോകണം. ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് സോളോ ട്രാവലിംഗ് പറ്റാണ്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ രീതിക്ക് നോക്കിയാലും ഐ ലവ് ദിസ്. അതിനൊരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ സോളോ ചെയ്ത് എനിക്ക് ആൾക്കാരുടെ കൂടെ പോണേന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. അതിനിപ്പോൾ എന്താ അല്ലേ, അതിന് ഒരു കുഴപ്പമില്ല.
ഓരോരുത്തർക്ക് എന്തൊക്കെ അഡിക്ഷൻസ് ഉണ്ട്. ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ സ്മോക്കിംഗ് നിർത്താൻ പറ്റാത്തവരുണ്ട്, കള്ളുകൂടി നിർത്താൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ ഈ ട്രാവൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഫുഡ് അഡിക്ഷൻ ഇതൊക്കെ അത്ര നല്ല കാര്യമാണ്. സമാധാനത്തിന് സമാധാനം, എന്താ പറയുക, മൈൻഡ്ഫുൾനെസ്സിന് മൈൻഡ്ഫുൾനെസ് എല്ലാം കിട്ടുമല്ലോ. ആ മാരിടൈം സ്റ്റേഷൻ്റെ അവിടുന്ന് ഞാൻ നേരെ വന്നത് വില്ല കമ്മ്യൂണാലെ ദി സലേർണോ എന്ന് പറഞ്ഞ ഒരു പാർക്ക് പോലത്തെ ഒരു പ്ലേസ് ആണ്. പാർക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഗ്രീൻ ലങ് ഓഫ് ദ സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇവിടെ കുറേ എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഈ സ്ഥലത്ത്. ഇതാണ് മെയിൻ ഒരു സെൻറ്റർ ഓഫ് ദി പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഫോണ്ടാന ദെൽ തുല്ലിയോ എന്നാണ് ഈ ഫൗണ്ടെയിന് പറയുന്നത്. ഫോണ്ടാന എന്ന് വെച്ചാൽ ഫൗണ്ടെയിൻ എന്നാണ് അർത്ഥം കേട്ടോ. ഇത് 1719 ഈ ട്രാവലേഴ്സിനൊക്കെ വെള്ളം വെച്ചാൽ ഇവിടെ കോമൺലി അറിയാമല്ലോ, നമുക്ക് ഫൗണ്ടെയിൻസിനൊക്കെ വെള്ളം കുടിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ഇതാണ്. നവംബർ ടു ജാനുവരി ടൈമിൽ ഇവിടെയൊക്കെ ഫെയറി ടെൽ തീംസിൽ ഇവർ എന്തൊക്കെയോ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നൊക്കെയാണ് എനിക്കറിയാൻ വേണ്ടി പറ്റിയത്. പിന്നെ യൂഷ്വലി ഒരു ഏപ്രിൽ സമയത്തൊക്കെ ഒരു ഫ്ലോറികൾച്ചറൊക്കെ ഉണ്ടാവും, ബൊട്ടാണിക്കൽ വർക്ക്ഷോപ്സൊക്കെ. പക്ഷേ ഇപ്പം ഏപ്രിൽ 3 ആയതല്ലേ ഉള്ളൂ, അപ്പം അതുകൊണ്ടാണോന്ന് അറിയില്ല. മേ ബി എൻഡ് ഓഫ് ദി ഏപ്രിലൊക്കെ ആകുമ്പോൾ അവരിത് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഈ വർഷം വല്ല മാറ്റം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അതൊക്കെയാണ് ഈ വില്ല കമ്മ്യൂണാലെ ദി സലേർണോയിലുള്ള കാര്യങ്ങൾ. അവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഈ ബൊട്ടാണിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള സ്ഥലം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പോയ ഒരു ഗാർഡനും പിന്നെ ഈ ഒരു പാർക്കുമൊക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഫൈനലി ആ ഫൗണ്ടെയിൻ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. പക്ഷെ ഇവിടുന്ന് വെള്ളം ഇപ്പോൾ ആൾക്കാർ കുടിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇത് ആ വെള്ളം കുടിക്കണ ഫൗണ്ടെയിനായിട്ട് തോന്നുന്നില്ല. യൂഷ്വലി ഒരു ചെറിയൊരു ഗ്രീൻ കളറിലുള്ള ചെറിയൊരു പമ്പ് പോലത്തെ സാധനത്തിലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ മുന്നേ, അങ്ങനത്തേലാട്ടോ വെള്ളം യൂഷ്വലി ഞാൻ കുടിച്ച് കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതാണ് ട്രാവലേഴ്സിന് അവൈൽ ചെയ്ത ഡ്രിങ്കിങ് വാട്ടറിനായിട്ടുള്ള ഫൗണ്ടെയിൻ എന്ന് പറയണത്. സോ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. തണുപ്പ് വീഴാൻ തുടങ്ങി. സോ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാലും പിന്നെ പണി കഴിഞ്ഞല്ലോ. കാരണം ഇവിടെ പാർക്കിലായതുകൊണ്ട് കുറേ ചെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടും നടക്കുമ്പം റോഡിൽ നിന്ന് ബാഗൊക്കെ വെച്ച് ചെയ്യണത് റിസ്ക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സംഭവങ്ങളൊക്കെ സെറ്റായി. ഇനി അടുത്തെവിടെ പോകാൻ പറ്റുന്നേ നോക്കാം. മുന്നേ ഒരു സ്ക്വയർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കൈൻഡ് ഓഫ് മോഡേൺ സ്ക്വയറാണ്. ഇത് ഈ സ്ക്വയറാണ് ലാർഗോ ക്യാമ്പോ എന്ന് പറയും. അതായത് ഒരു സെൻട്രൽ സ്ക്വയർ ആണ് സലേർണോയിലുള്ളത്. ഇത് പണ്ടൊക്കെ ക്യാമ്പസ് ഗ്രാനി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആൻഷ്യൻ ഗ്രെയിൻ മാർക്കറ്റാണ്. ഇവിടെയാണ് സോഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ട്രേഡല്ല ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ കച്ചവടം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതൊക്കെ നടക്കുന്നത് ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള സ്ക്വയറാണ് ബേസിക്കലി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നോർമൽ സ്ക്വയർ എല്ലാ സിറ്റീസിലുള്ള പോലെ പണ്ട് കാലങ്ങളിലുള്ള ഈ എന്താ പറയുക ബാരിസ്ക്യൂ ആയില്ലേ, ഈ സ്ക്വയറിലുള്ള ഒരു ഫോണ്ടാന ദേ പെസ്കി എന്ന് വെച്ചാൽ ഫിഷ് എന്നാട്ടോ ഇവിടെ അർത്ഥം വരുന്നത്. അപ്പം അതാണ് ഇവിടെ ഈ സ്ക്വയറിലുള്ള മെയിൻ ആയിട്ടുള്ള ഫൗണ്ടെയിനാണ് ഇത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ ഫിഷിൻ്റെ സിംബോളിക്കായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് ഈ സ്ഥലത്തുള്ളത്. ലാർഗോ ക്യാമ്പോ എന്ന് അല്ലെങ്കിൽ ലാർഗോ സെദിൽ ദെൽ ക്യാമ്പോ. എനിക്കിതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ആണോ എന്നറിയില്ല. ഇമാതിരിയുള്ള അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് ലാർഗോ ക്യാമ്പോ എന്നാണ് ഇതിന് പറയുക. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത്. ഓക്കെ, ഈ സ്ട്രീറ്റ് കണ്ടോ? ഈ സ്ട്രീറ്റ് നല്ല രസമുണ്ട് ആക്ച്വലി. ആ ഒരു ഭംഗി എനിക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ഇവിടുന്ന് ഒരു 100 meters എപ്പാർട്ടാണ് ലാർഗെത്തോ സാൻ പിയേത്രോ എ കോർത്തെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ഉള്ളത്. സോ അവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്, അതിൻ്റെ ഹിസ്റ്ററി നോക്കാം. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി 2 സ്ക്വയേഴ്സ് പറഞ്ഞു തന്നു. ഒന്ന് നമ്മുടെ സീ സൈഡിലുള്ളത്, പിന്നെ ഒന്ന് ഇപ്പം കണ്ടത്. ഓക്കെ, ഇനി ഇതും വേറൊരു സ്ക്വയർ തന്നെയാണ് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എസ്പെഷ്യലി ഇറ്റലിയിലും ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, എസ്പെഷ്യലി റോമൻ കോൺകയേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ക്രോസ് അല്ലെങ്കിൽ ഒരു
ടി ഷേപ്പ് എന്ന പോലെ ആയിരിക്കും എല്ലാം. ഇത് കണ്ടോ, അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇതിങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ലോസ്റ്റ് ആയി പോകത്തില്ല. എങ്ങനെ പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇത് അവിടെ എത്തും. ആക്ച്വലി നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. അപ്പം ഞാനൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മിലാൻ മറ്റേ ഇതിവിടുത്തെ ദുഓമോ ആണ്, സലേർണോയിലുള്ള ദുഓമോ ആണ് ഇതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അല്ല, ഇതാണ് ഞാൻ പറഞ്ഞ സെൻറ്റ് പിയേത്രോ എ കോർത്തെ. ഈ കോർത്തെ എന്നോളൂ അവിടെ എ എന്നുള്ളത് ഇറ്റാലിയനിൽ ഈ അങ്ങനെ എന്തോ ആണ്. പിന്നെ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇറ്റാലിയൻ ആൽഫബറ്റ്സ്. അപ്പോൾ ലൈക്ക് ഇവിടത്തെ മുന്നേ ഉള്ള ഒരു സ്ക്വയറാണ് ഈ പറഞ്ഞ സ്ഥലം. ഈ കോംപ്ലക്സിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള. രാത്രി കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്ക് ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടാ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ദുഓമോനേക്കാളും കൂടുതൽ ഹിസ്റ്ററി ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞത് ആക്ച്വലി ഇത് ആ ദുഓമോ കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ദിസ് ഈസ് ഓൾസോ വെരി ഹ്യൂജ്. ഞാൻ അപ്പം മറ്റടുത്ത് പോയപ്പോഴാണ് മനസ്സിലായത് അത് അതിനേക്കാളും വലുതാണ് എന്നുള്ളത്. അപ്പം ഈ റോമൻ ലൈക്ക് 1st to 3rd century AD ഈ ഫൗണ്ടേഷൻ വലിയൊരു ലാർജ് റോമൻ തെർമൽ കോംപ്ലക്സ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ രാവിലെ കാണിച്ച ആ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഈ ബാത്ത്സ് ബാത്ത്സൊക്കെയാണ് ആ റൂയിൻസും കാര്യങ്ങളൊക്കെ. എന്തായാലും രാവിലെ ഇവിടെ വന്നത് നന്നായി, കാരണം ഇതിപ്പം ക്ലോസ്ഡ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത് റോമൻ എറേൻ്റെ ടൈമിലുള്ളതാണ്, വിച്ച് ഈസ് വെരി ഓൾഡ്. എനിക്കറിഞ്ഞൂടെ, ഇവിടെ ഇപ്പോൾ ഒരു പള്ളിയിൽ മാസ് നടക്കുന്നുണ്ട്, പ്രെയർ നടക്കുന്നുണ്ട്. പക്ഷെ കണ്ടിട്ട് ഇന്ത്യൻസ് ആണോ ശ്രീലങ്കൻസ് ആണോ എന്നറിയില്ല. ഇനി മലയാളീസിൻ്റെ തന്നെ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പ്രെയർ നടക്കുന്നത്. ഈസ്റ്റർ ആയതുകൊണ്ടായിരിക്കാം. സോ കുറേ മലയാളീസ് ലുക്കുള്ള, അല്ലെങ്കിൽ ശ്രീലങ്കൻസ് ആണോ എന്നും അറിയില്ല, അവർ കുറേ കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്തൊരു ചർച്ചാണ്. ഞാൻ എന്തായാലും എൻ്റെ ട്രാവലിൽ സ്റ്റാർട്ട് ചെയ്തത് സലേർണോ ഈ ചർച്ചിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്, മോർ ഓർ ലെസ് എനിക്കിഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈസ്റ്ററൊക്കെ ആണല്ലോ, അപ്പം നമുക്ക് ഒരു ചർച്ചിൽ തന്നെ, എനിക്ക് അകത്ത് കയറത്തൊന്നും ഇല്ലായിരിക്കും, എനിക്കറിയില്ല അപ്പം തോന്നണ പോലെ. ബട്ട് എനിവേസ് ഐ ഡോണ്ട് തിങ്ക് ഞാൻ അകത്ത് കയറുന്നുള്ളത്. സോ നമുക്ക് ചർച്ചിൽ തന്നെ അവസാനിപ്പിച്ച് തിരിച്ച് ഹോസ്റ്റലിൽ പോവാം. എന്നിട്ട് എനിക്ക് ചെക്ക് ഇൻ ചെയ്യണം. അവർ പറഞ്ഞു 11 മണിക്ക് ശേഷം ചെക്ക് ഇൻ ചെയ്ത €10 എക്സ്ട്രാ അടക്കേണ്ടി വരും ഞാൻ. അപ്പം ഇപ്പം അടുത്തുള്ള ചർച്ച് എന്ന് പറയുന്നത് ചർച്ച് ഓഫ് സെയിൻറ്റ് ജോർജ് ആണ്. അടച്ചിട്ടുണ്ടാവുമെന്നും അറിയില്ല കേട്ടോ, കാരണം ചിലപ്പോൾ ഈസ്റ്റർ ആയതുകൊണ്ട് തുറന്നിട്ടുണ്ടാവാം, അറിയില്ല. പക്ഷെ എന്തായാലും അതും കൂടെ കണ്ടിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ചർച്ച് ഓഫ് സെയിൻറ്റ് ജോർജ് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല, പക്ഷേ അവിടെ തന്നെ ആയിട്ടാണ് ഈ ചർച്ച് ഓഫ് സെയിൻറ്റ് അഗസ്റ്റിനോ എന്ന് പറയുന്ന ചർച്ച് ഉള്ളത്. ഇതാണ് ആ ചർച്ച്. എനിവേസ് ഞാനിപ്പോൾ എന്തായാലും ഉള്ളിലൊന്നും കയറുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എനിക്കിപ്പം സെൻറ്റ് അഗസ്റ്റിനോ ആണെങ്കിലും സെൻറ്റ് ജോർജ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം ക്രൗഡൊക്കെ കാണാനുണ്ട്. പക്ഷെ എന്നാലും വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അങ്ങനെ ഒരുപാട് നടന്നു, എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം ഞാൻ സലേർണോ മോർ ഓർ ലെസ് ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം എല്ലാം തന്നെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം എനിക്കറിയായിരുന്നു ഞാനിത് മറക്കും എന്നല്ല, ലൈക്ക് എനിക്ക് പിന്നീട് ഓർമ്മയുണ്ടാവില്ല എന്തൊക്കെ സ്ഥലങ്ങളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ പോയേക്കുന്നതെന്ന്. സോ ഒന്ന് ആർക്കി കാസിൽ, പിന്നെ സലേർണോ കത്തീഡ്രൽ, മിനർവ ഗാർഡൻ, വില്ല കമ്മ്യൂണലെ, ലുങ്കോമാരെ ത്രിയസ്തെ, ബ്രിഡ്ജ് ഓഫ് ദ ഡെവൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അത് ഈ മറ്റേ സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ് എന്നൊക്കെ പറഞ്ഞത് അത്, പിന്നെ പിയാസ ദെല്ല ലിബർത്ത, ചർച്ച് ഓഫ് സെൻറ്റ് അഗസ്റ്റിനോ, ഫൈനൽ സംഭവം, കോംപ്ലക്സ് ഓഫ് സാൻ പിയേത്രോ ഈ കോർത്തെ, പിന്നെ സലേർണോ മെരി ടൈം ടെർമിനൽ, ആ സ്റ്റേഷൻ,
പിന്നെ ലാർഗോ ക്യാമ്പോ, സാന്താ തെരേസ ബീച്ച്. ഓർഡറിലല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, പക്ഷേ ഇത്രയും സ്ഥലങ്ങളാണ് ഞാൻ സലേർണോയിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഞാൻ വേറെ സ്ഥലത്താണ് പോകുന്നത്, എന്നുവെച്ചാൽ ബേസ് ലൈക്ക് സലേർണോയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്, പക്ഷേ വേറൊരു സ്ഥലത്ത് പോകണം. അതെവിടെയാണെന്നുള്ളത് ഞാൻ നാളെ പറഞ്ഞുതരാം. ആൾക്കാരൊക്കെ എന്നെ നോക്കുമ്പോഴേക്കും വരുന്നു. ഞാൻ ഇങ്ങനെ എന്താണ് ഈ വീഡിയോ എടുക്കുകയാണോ എന്ത് ചെയ്യണേന്നൊക്കെ അവരിങ്ങനെ നോക്കുകയായിരുന്നു. എനിവേസ്, സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ സലേർണോയിലുള്ള സംഭവങ്ങളും വിശേഷങ്ങളും ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകുക. അപ്പോൾ അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും.